ഇലക്ഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നാളെയോടുകൂടി അവസാനിക്കുകയാണ്. ഇതിനോടകം നല്ല പ്രചാരണ പ്രവർത്തനം കഴിഞ്ഞു. നല്ല വിജയപ്രതീക്ഷയാണ്. ഓരോ ദിവസം തോറും UDFന്റെ വിജയപ്രതീക്ഷ വാനോളം ഉയർന്നിരിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, കേരളീയ സമൂഹം അത് ആഗ്രഹിക്കുന്നു. ഒരു നല്ല ഗവൺമെന്റ് കേരളത്തിൽ വരണം. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നിരാശയിൽ നിന്നുള്ളൊരു മോചനം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് UDFന് സാധിക്കുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസം ജനങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. ഈ SDPI ബന്ധം കൊണ്ടുവന്നു CPMന്റെ, അതുപോലെ ഡീൽ ആരോപണം കൊണ്ടുവന്നു. പക്ഷെ അവസാന നിമിഷം ഈ വയനാട് ഫണ്ടൊക്കെ LDF വലിയ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന് തോന്നുന്നുണ്ടോ? വയനാട് ഞങ്ങൾ ലീഗ് നല്ല, പക്ഷേ UDFന് അതൊരു ബാധ്യതയാകും. ഇപ്പോൾ കോൺഗ്രസിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ ആരോപണങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് UDFനെ അത് എത്രത്തോളം ബാധിക്കുമെന്നാണ് കരുതുന്നത്? കോൺഗ്രസ് അവിടെ അവര് പണിയൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് അവർ പൂർത്തീകരിക്കും. ലീഗും അത് പൂർത്തീകരിക്കും. ഇപ്പോൾ ഗവൺമെന്റ് അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആർക്കാലും പാവപ്പെട്ടവർ കിട്ടുന്ന കാര്യമാണല്ലോ. അതിലൊന്നും നമ്മൾ അങ്ങനെ അങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു സമൂഹമാണുള്ളത്. ആ സമൂഹത്തെ ആര് രക്ഷിച്ചാലും അത് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അല്ല പരസ്പരം കുറ്റപ്പെടുത്തി വഴിചാറേണ്ടതില്ല. ഡീൽ ആരോപണമൊക്കെ ആളുകൾക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഡീൽ ആരോപണമൊന്നും എത്തിയിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ ലീഡാണ്. UDFന് നല്ല ലീഡ് ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്.